ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട്, വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൻ്റെ എന്താ മെസ്സേജസ് വരണമെന്ന് അവിടെ നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് ഡിസംബർ മാസം എങ്ങനെയായിരിക്കും അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ ചെല്ലാം. എന്താണ് മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബർ മാസത്തിൻ്റെ എന്താണ്? ഓവറോൾ എനർജി നിങ്ങൾക്ക് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആയിട്ടാണ് വന്നിരിക്കണേ. പാസ്റ്റിൽ എന്താണ് മെസ്സേജ്? പാസ്റ്റിൽ കിങ് ഓഫ് വാൻസ് ആണ്. കറൻറ്റ് എനർജി ഡിസംബറിൻ്റെ എന്താണ്? കറൻറ്റ് എനർജിയിൽ ഏസ് ഓഫ് സോഡ്സ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താ വരാൻ പോണേ? ഫ്യൂച്ചറിൽ വരാൻ പോണത് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് പൊസിഷനിൽ എന്താണ്? ചാലഞ്ചായിട്ട് ഡിസംബറുടെ ചാലഞ്ചായിട്ട് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അഡ്വൈസ് നിങ്ങൾക്ക് എന്താണ്? യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ എന്താണ്? നിങ്ങൾക്ക് അറിയാത്ത എന്താണ് വരാൻ പോണത്? എനർജി 5 ഓഫ് കപ്സ്. ഔട്ട്കം നമ്മൾക്ക് ഇത് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബർ മാസത്തിൻ്റെ. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ബാലൻസ് ചെയ്യണ എനർജിയാണ്. നിങ്ങൾ ബാലൻസ് ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, കരിയർ എല്ലാം കൂടിയും ഒരു ബാലൻസ് ചെയ്ത് പോവുക. അതാണ് നിങ്ങളുടെ ഫോക്കസ് ഉള്ളത് ഈ മാസം. കുറേ കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഡിസംബറിൽ. അപ്പോൾ എല്ലാം കൂടിയും കുറച്ചൊരു ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. ചില എനർജി ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അതല്ലച്ചാൽ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ചോയ്സിൻ്റെ എനർജിയും ആവാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻസിൽ ചൂസ് ചെയ്യാണ്ട് അതാണ് അതും ആവാം 2 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇതെന്താണ് ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ്? ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഇമോഷണൽ ഡിസിഷനാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്താ വേണ്ടതെന്ന്, ഏത് ഓപ്ഷനിലേക്കാണ് പോകേണ്ടതെന്ന്. ഏസ് ഓഫ് വാൻസ് ഇവിടെ എന്തോ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു പുതിയ തുടക്കം. ഇപ്പോൾ ചിലവർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പിലാവാം. അങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ ലവ് ആൻഡ് ലസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്കാണ് ചൂസ് ചെയ്യണത്. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് വാൻസ് ഒരു പുതിയ പാഷനറ്റ് റിലേഷൻഷിപ്പാണ്. ക്വീൻ ഓഫ് കപ്സ് ഒരു ലവിൻ്റെ റിലേഷൻഷിപ്പാണ്. പക്ഷേ ഏസ് ഓഫ് വാൻസ് ചിലപ്പോൾ ലവ് ആയിരിക്കില്ല, അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ അടുത്ത് 2 ചോയ്സസ്, 2 ഓപ്ഷൻസ് ഉണ്ടാവണ മാതിരി ഒരു എനർജി കാണാണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി മാരീഡ് ആണ്, റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇതൊരു വേറെ പേഴ്സൺ, ഒരു പുതിയ പേഴ്സൻ്റെ എനർജി ആവാം. ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ കണക്ഷൻ, ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകണോ വേണ്ടതെന്ന് ഒരു ഇംബാലൻസ് അതുകൊണ്ടും ആവാം. അപ്പോൾ കിങ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത്. കിങ് ഓഫ് വാൻസ് ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്. പറഞ്ഞ പോലെ ഒരു പാഷനറ്റ് എനർജിയാണ് കിങ് ഓഫ് വാൻസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഒരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. ഈ പേഴ്സൻ്റെ കൂടെ ഈ കണക്ഷൻ കുറേ ഒരു സ്ലോ മൂവിങ് റൂട്ടീൻ മാതിരി ഒരു എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു ഏരീസ് എനർജിയും ഉണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ ആവാം, ഫാമിലി മെമ്പർ ആവാം. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. കരിയർ വൈസ് നിങ്ങളുടെ ലൈഫിൽ കുറേ സക്സസ് ആണ് ഞാൻ കാണുന്നത് പാസ്റ്റിൽ. ഒരു പ്രമോഷൻ്റെ എനർജിയും കാണാണ്ട്. അതല്ലച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ ആ റിലേഷൻഷിപ്പിൽ അത്ര പ്രോഗ്രസ് ഇല്ല, കുറേ സ്ലോ എനർജിയാണ്. ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത മാതിരി ഒരു റിലേഷൻഷിപ്പ്. നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു സിംഗിൾ എനർജിയിൽ തന്നെയാണ് പാസ്റ്റിൽ.
റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും ഒരു ഇല്ലാത്ത മാതിരി. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാനൊരു ബ്രേക്ക് ത്രൂ കാണുന്നു, എന്തോ ഒരു സ്റ്റാഗ്നൻ സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരണു, എന്തോ ഇവിടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം, ഒരു സഡൻ ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്, എന്തോ ഒരു പുതിയ തുടക്കം ഇവിടെ കാണാണ്ട്. അപ്പോൾ ഏതോ ഒരു പുതിയ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരണത്, അതല്ലച്ചാൽ ഇതൊരു പുതിയ ജോലിയുമാവാം. ഓക്കെ, ഒരു സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ് വരുന്നത്. ഇതെന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയും ഇവിടെ കാണാണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ടാവും, അതല്ല ചെയ്തൊരു പുതിയ ജോലി ആയിരിക്കാം. ഇപ്പോൾ ഫ്യൂച്ചറിൽ ക്വീൻ ഓഫ് സോഡ്സ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തോ ഒരു റിയാലിറ്റി ഹിറ്റ് ചെയ്യണ പോലെ, നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്. നിങ്ങളൊരു സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ 2 ആൾക്കാരുണ്ട് വെച്ചാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും, നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യാൻ പോകണമെന്ന്. അതിൻ്റെ കാരണം ഈ എൻഡിങ് ഉണ്ടാവണ കാരണം നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്, കൂടുതൽ ആൾക്കാരുടെ കൂടെ സോഷ്യലൈസ് ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഫാമിലി എനർജിയാണ്. പക്ഷേ എന്തോ ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടാവണ മാതിരി ഒരു എനർജി ഉണ്ട്. കുറേ വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യണ എനർജി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനർജി ഇവിടെ കാണാണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു സ്റ്റേബിൾ ഫ്യൂച്ചറില്ല സിറ്റുവേഷനെ ചൂസ് ചെയ്യാനാണ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, പക്ഷേ അത് സ്റ്റേബിൾ ആവണം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ക്ലോസിങ് ഔട്ട് ഉണ്ട്, ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിലൊരു നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റോറി കംപ്ലീറ്റ് ആവണു, ആൻഡ് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകണു. ആൻഡ് യൂണിവേഴ്സും നിങ്ങൾക്ക് ആ പുതിയ തുടക്കത്തിൻ്റെ ഡിറക്ഷനിലേക്കാണ് കൊണ്ടുപോകണത്. അപ്പോൾ 4 ഓഫ് സോഡ്സ് എന്തോ ഒരു ഹീലിംഗിൻ്റെ എനർജി കാണാണ്ട്, സെപ്പറേഷൻ്റെ എനർജി കാണാണ്ട്, നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ്. എന്താ വെച്ചാൽ ഇത് ഒരു സ്ട്രെസ്ഫുൾ ഡിസിഷനാണ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈസി അല്ല, ഈ ഡിസിഷൻ എടുക്കണത് ഈസി അല്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് റെസ്റ്റ് ചെയ്യാനാണ് പറയണത്. മെല്ലെ ആലോചിച്ചിട്ട് മതി ഒരു ഡിസിഷൻ എടുക്കുക. ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ എന്തോ ഒരു പാസ്റ്റിൻ്റെ പേഴ്സണെ മിസ് ചെയ്യണു, പാസ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾക്ക് കുറേ ഗിൽട്ട് ഉണ്ടാവണു. ഇവിടെ 3 ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കുറേ റീസൺസ് ഉണ്ട്, പക്ഷേ അതുണ്ടായിട്ടും നിങ്ങൾ പാസ്റ്റിൽ എന്തോ ഉണ്ടായി അതിൻ്റെ വിഷമം, അത് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അതൊരു വിഷമമുണ്ട് അതിനെക്കുറിച്ച്. ഇവിടെ യൂണിവേഴ്സ് ഹീലിംഗ് എനർജീസ് ആണ് തരണത്. അപ്പോൾ ഹീൽ ചെയ്യാനാണ് പറയണത്, ഈ സിറ്റുവേഷനിൽ പുറത്തു വരാനാണ് പറയണത്. 6 സോഡ്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു അപ്പ് ആൻഡ് ഡൗൺ എനർജീസാണ് കാണുന്നത്. സ്റ്റേബിലിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ പോകണത് ഒരു പുതിയ തുടക്കത്തിലേക്കാണ്. യൂണിവേഴ്സ് നിങ്ങളെ ആ പുതിയ തുടക്കത്തിലേക്ക് ഗൈഡ് ചെയ്യണു. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ നിങ്ങളും കുറച്ചൊരു പേടിയുണ്ട് മനസ്സിൽ, അത് എങ്ങനെയായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതെന്തുകൊണ്ട് ഉണ്ടായി എൻ്റെ ലൈഫിൽ, എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായേ. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ. പക്ഷേ നിങ്ങൾ പോണത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിലേക്കാണ്. അപ്പോൾ കുറേ ഒരു വലിയ ചേഞ്ചുള്ള മാസമാണ് ഇത് വെർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ സയൻസ് കാണുന്നത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, ഫയർ സൈൻസ് ആണ് കൂടുതൽ, പിന്നെ അക്വേറിയസ്, ലീബ്ര, ജെമിനയും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി? റൊമാൻസ്. അപ്പോൾ റൊമാൻസ് ആണ് നിങ്ങളുടെ ഈ മാസത്തിൻ്റെ ഹൈലൈറ്റ്. ആൻഡ് ഇവിടെ വന്നണ യെസ്. അപ്പോൾ എന്തോ ഒരു കൺഫർമേഷൻ ആയിട്ടാണ് യൂണിവേഴ്സ് യെസ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കൺഫേം ചെയ്യായിരിക്കും യൂണിവേഴ്സ് ഇവിടെ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.